കാലം പുതിയ ചുവടുകൾ സൃഷ്ടിക്കുന്നില്ല. കാലം ചില മനുഷ്യരെയാണ് സൃഷ്ടിക്കുന്നത്. ബാക്കിയെല്ലാം അവരുണ്ടാക്കുന്നതാണ്. സ്വർഗത്തിലേക്ക് പൊങ്ങിപ്പോകുന്ന യുവതിയെപ്പറ്റിയും അനേകം വർഷങ്ങൾ നിൽക്കാതെ പെയ്യുന്ന മഴയെപ്പറ്റിയും കണ്ണാടികൾ കൊണ്ടുണ്ടാക്കിയ നഗരങ്ങളെപ്പറ്റിയുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിരിക്കുമോ? എങ്കിൽ ഇത് നിങ്ങൾക്കിഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ലഹരി പിടിപ്പിച്ച 25 മനുഷ്യരെ ഭംഗിയായി കോറിയിടുന്ന ലിജീഷ് കുമാറിൻ്റെ പുസ്തകം കഞ്ചാവ്. അതേ, ആനന്ദലഹരിയിൽ എഴുതിയ 25 ഉത്തമ ഗീതങ്ങൾ. ബാലചന്ദ്രൻ ചുള്ളിക്കാടും ജുമാന ഹദാദും താപ്സിയും മഹേന്ദ്ര സിംഗ് ധോണിയും ആഞ്ചലീന ജോളിയും അമിതാഭ് ബച്ചനുമൊക്കെ കഞ്ചാവിൻ്റെ താളുകളിലുണ്ട്. തല്ലി ജയിക്കുകയാണ് ഒരു സൂപ്പർ ഹീറോ എന്ന കുറിപ്പിൽ മലയാളത്തിൻ്റെ പ്രിയ നടൻ ടൊവിനോ തോമസിനെ കുറിച്ചുകൂടി ലിജീഷ് കുമാർ രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട്. ഗുരു സോമസുന്ദരത്തിൻ്റെ വില്ലൻ വേഷം ചെയ്ത് കയ്യടി വാങ്ങാൻ ഇന്ത്യൻ സിനിമയിൽ സമാരാധ്യരായ പ്രതിഭകളേറെയുണ്ട്. പക്ഷേ ടീഷർട്ടും കള്ളിമുണ്ടുമുടുത്ത ഒരൊറ്റ നാടൻ സൂപ്പർ ഹീറോയെ മാത്രമേ നമ്മൾക്ക് സങ്കല്പിക്കാൻ കഴിയൂ. അലസനായ മാത്തനായും ആഞ്ജനേയദാസായുമൊക്കെ വിലസാൻ ഇന്ത്യൻ സിനിമയിൽ ഒരൊറ്റ ടൊവിനോ തോമസേ നമ്മൾക്കുള്ളൂ. ആമയ്ക്ക് മാത്രമിടമുള്ള സിനിമയിൽ കൃഷ്ണനായും കുറുപ്പിന് മാത്രമിടമുള്ള സിനിമയിൽ അൽപായുസ് മാത്രമുള്ള ചാർലിയായും ലാലേട്ടന് മാത്രം വിലസുവാൻ കഴിയുന്ന ലൂസിഫറിൽ ജിതിൻ രാംദാസായും അയാൾ വന്നുപോയി. ടൊവിനോ തോമസ് എല്ലായ്പ്പോഴും നോക്കിയത് സിനിമയിലേക്കായിരുന്നു, ഒരിക്കലും അത് തന്നിലേക്കായിരുന്നില്ല എന്നെഴുതിക്കൊണ്ട് മലയാളത്തിൻ്റെ പ്രിയ നടനെ കൂടി തന്നെ ലഹരി പിടിപ്പിച്ച മനുഷ്യരുടെ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു ലിജീഷ് കുമാർ. മമ്മൂട്ടിയാവുന്ന അത്ര എളുപ്പമല്ല ഐശ്വര്യ റായി ആവാൻ എന്നെഴുതിക്കൊണ്ട് നമുക്ക് ചുറ്റിലുമുള്ള സ്ത്രീകളുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൂടി ലിജീഷ് കുമാർ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ബുദ്ധിയുടെ തിളക്കമുള്ള പെണ്ണുങ്ങളെ കൂടി കഞ്ചാവ് ചേർത്ത് പിടിക്കുന്നു. 21ാമത്തെ കുറിപ്പിൽ കല്ലേറും കാൽവരിയും കടന്ന് 3-ാം നാൾ അയാൾ ഉയിർത്തെഴുന്നേൽക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് വേദനിക്കുന്നവരുടെ മിശിഹ ഇങ്ങനെ അവസാനിച്ചുകൂടാ എന്ന അപാരമായ ആഗ്രഹം ഉള്ളിലുള്ളതുകൊണ്ടാണ് എന്നെഴുതി വയ്ക്കുന്ന കഞ്ചാവ് പിന്നീട് തോക്കു കണ്ടിട്ടുണ്ടോ? ഒരു കളിത്തോക്കെങ്കിലും. ദൂരെ ദൂരെ ഒരു പടക്കം പൊട്ടിയാൽ കരയുന്ന കുട്ടിക്കാലത്ത് ചെവി തുളപ്പിച്ചു കയറിയ ഒരു തോക്കിൻ്റെ തുമ്പിൽ പിടഞ്ഞു മരിച്ച മുത്തശ്ശി നമ്മൾക്കുണ്ടോ? പാതിയിൽ മുറിഞ്ഞുപോയ ആ മുത്തശ്ശിയുടെ കഥ, വാത്സല്യം, അങ്ങനെ എന്തെങ്കിലും തൻ്റെ ചോര ഒഴുകിയ മുറ്റത്തുകൂടെ പിൽക്കാലം നടന്നു നീങ്ങുമ്പോൾ മരണത്തിൻ്റെ ഭാഷയിൽ ആ മുത്തശ്ശി ആ കുട്ടിയോട് പറഞ്ഞത് എന്തായിരിക്കും? സൂക്ഷിക്കണം എന്നല്ലാതെ മറ്റെന്താവാനാണ്? ഒരറ്റത്ത് വേട്ട തുടരുമ്പോൾ നിരായുധനായ ഇര എങ്ങനെ സൂക്ഷിക്കാനാണ്? ആദ്യം കൊന്നത് അവൻ്റെ മുത്തശ്ശിയെയാണ്, പിന്നെ കൊന്നത് അവൻ്റെ അച്ഛനെയാണ്. കൂട്ടിപ്പിടിച്ച് കരയാൻ പോലും കിട്ടാതെ ചിതറിത്തെറിച്ചു പോയ അച്ഛൻ്റെ ഉടൽ തികട്ടി വരാത്ത എത്രയുറക്കങ്ങളുണ്ടാവും അയാൾക്ക്. അതെ, നഷ്ടങ്ങളുടെ ഗാന്ധിയാണ് രാഹുൽ, വേദനകളുടെ ഗാന്ധി. തോൽവികൾക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനാവില്ലെന്ന് ഉറപ്പാണ്. വിജയത്തിന് മുൻപിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് കാണാനാണ് കാത്തിരിപ്പ്. എന്തിന് കാത്തിരിപ്പ് എന്നല്ലേ? അവസാനത്തെ ഗാന്ധി അങ്ങനെ തോറ്റവസാനിച്ചുകൂടാ എന്നതുകൊണ്ടാണത്.